ഇതിൽ അടുത്ത് പറയുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബെൻഡിങ് മൊമെന്റം ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെ, ആ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു പോകണം എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിൽ ഫിഗർ ഓവർ ഹാങ്ങിങ് ആണെന്ന് വെച്ചോ. സിംപ്ലി സപ്പോർട്ടും ഓവർ ഹാങ്ങിങ് തമ്മിൽ കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. ബട്ട് ഓവർ ഹാങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ഇതുപോലെ ആയിരിക്കും. ഒന്നുകിൽ ഒരു സൈഡ് ഓവർ ഹാങ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും എന്ത് ചെയ്യും, ഓവർ ഹാങ് വരാം, ബാധിക്കില്ല. ആദ്യം പോയിട്ട് ആർ എ ആർ ബിയും കണ്ടുപിടിക്കണം. റിയാക്ഷൻസ് ആർ എ ആർ ബിയും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പം സിഗ്മ വി ഈക്വൽ ടു 0 എന്നും അതുപോലെ തന്നെ സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്നും വാട്ട് എവർ ദ തിങ് ഏതെങ്കിലും ഒരു സപ്പോർട്ടിലോട്ട്, ഒന്നുകിൽ ഈ സപ്പോർട്ടിലോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മൊമെന്റ് അബൌട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ. മൊമെന്റ് അബൌട്ട് വി ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0 എന്നും മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആർ എ ആർ ബിയും നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അത് ലിറ്ററലി ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കണ്ടുപിടിക്കണം. ഇനി ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഇക്വേഷന് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കിട്ടും, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അതിൽ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആകും. ആ ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റ് ഏതെന്നുള്ളത് നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവും. ഏത് റീജിയനിലാണ്, എക്കും ബിക്കും ഇടയിലാണോ ബിക്കും സിക്കും ഇടയിലാണോ ഷിയർ ഫോഴ്സ് 0 ആകുന്നെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം അതിന് നമ്മുടെ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ആ പറയുന്ന സെക്ഷനിൽ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് കണ്ടുപിടിക്കണം, എക്സ് കണ്ടുപിടിക്കണം. ആ എക്സ് നിനക്ക് ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതേ റീജിയനിൽ തന്നെ ബെൻഡിങ് മൊമെന്റിന് ഇക്വേഷൻ ഉണ്ടാവും. ഇപ്പം കിട്ടിയ എക്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് പുതിയത് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ബെൻഡിങ് മൊമെന്റം മാക്സിമം കിട്ടും. എന്നിട്ട് ഈ കിട്ടിയതിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കും, ഇപ്പുറത്ത് മൂന്നാമത്തെ സ്റ്റെപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. ഇത് സിംപ്ലി സപ്പോർട്ടഡിനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കറക്റ്റ് ആണ്. ഇതേ സിംപ്ലി സപ്പോർട്ടഡിനാണെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് ഓവർ ഹാങ്ങിങ് വരുമ്പോഴത്തേക്ക് ഇവിടെ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ചർ വരും. അതായത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ പ്ലസിൽ നിന്ന് മൈനസിലോട്ടായി പോകും എന്നുള്ളതാണ്. രണ്ട് എൻഡും അല്ലാതെ, ചിലപ്പോൾ എൻഡിൽ വാല്യൂ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 0 വരാം. ബട്ട് നടുക്ക് എവിടെയെങ്കിലും എന്തോന്നും ചെയ്യും, ബെൻഡിങ് മൊമെന്റ് 0 പോകും എന്നുള്ളതാണ്. അപ്പം അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് റീജിയനിലാണ് ഇത് 0 ആവുന്നതെന്നുള്ളത് അറിയാം. ആ ഇക്വേഷൻ എടുക്കുക, എഴുതുക, റൈറ്റ് സൈഡിൽ 0 കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ. ആ പോയിന്റ് മാർക്ക് ചെയ്യുക, പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്?